സ്ഥിരമായിട്ട് KSRTC പോകുന്ന ആളാണ്. അതുകൊണ്ട് കേട്ടപ്പോൾ സന്തോഷം. പദ്ധതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നേക്കുള്ളതാവണം. സന്തോഷമുള്ള കാര്യമാണ് ആ കാര്യമൊക്കെ. എന്താ വെച്ചാൽ എത്ര പാവങ്ങൾ പൈസ ഇല്ലാതൊക്കെ ഓരോന്ന് അഴിഞ്ഞ് നടക്കുമ്പോൾ ഈ ഫ്രീ ഒക്കെ ആകുമ്പോൾ ഭയങ്കര സന്തോഷമില്ല. ആ കാര്യത്തിൽ ഭയങ്കര സന്തോഷം തന്നെയാണ്. ജൂൺ 15 മുതൽ KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ പ്രഖ്യാപനത്തെ ഏറെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടും കൂടെയാണ് കേരളത്തിലെ സ്ത്രീകൾ വരവേറ്റത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കഘട്ടം മുതലുള്ള വലിയ പ്രഖ്യാപനമായിരുന്നു ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ടുള്ള സ്ത്രീകളുടെ KSRTC സൗജന്യ യാത്ര. UDF അധികാരത്തിലെത്തിയാൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമെന്ന് തുടക്കം മുതൽ പറഞ്ഞിരുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ ഇന്ന് അധികാരമേൽക്കുമ്പോൾ ആദ്യ പ്രഖ്യാപനത്തെ ഏറെ സന്തോഷത്തോടു കൂടെ വരവേൽക്കുകയാണ് KSRTCയിലെ സ്ഥിരം യാത്രികരായ സ്ത്രീകൾ. ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നൊരു പ്രഖ്യാപനം ഇന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചു. എങ്ങനെയാണ് ഈ ഒരു സന്തോഷത്തെ സ്വീകരിക്കുന്നത്? സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ജനങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ലൊരു സംരംഭമായി നമുക്ക് വിജയിക്കട്ടെന്ന് ആശംസിക്കുന്നു. സന്തോഷമുള്ളൂ. സൗകര്യമല്ലേ തമിഴ്നാട്ടിലൊക്കെ പോലെ സ്ത്രീകൾക്ക്. അതേ അഭിപ്രായം തന്നെ. നല്ല കാര്യമാണ് ചെയ്യുന്നത് സ്ത്രീകൾക്കൊക്കെ. അത് നല്ലൊരു ബുദ്ധിമുട്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അത് വിജയിക്കട്ടെ. 2 ദിവസം 3 ദിവസം കുറച്ച് ദിവസം ഉണ്ടായാൽ പോരെ, തുടർച്ചയായിട്ട് വിജയിച്ചു പോകണം. അത്രേ ഉള്ളൂ. നല്ല കാര്യം തന്നെയാണ്. ഞങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. പിന്നെ പ്രൈവറ്റ് ബസ്സുകാരുടെ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ, അപ്പൊ അതിന്റെ ഒരു പ്രതികരണം വേറെ ഉണ്ടാവും. അതിന്റെ ബസ്സിൽ തിരക്ക് നല്ലോണം ഉണ്ടാവും. കയറിയാൽ ഇരിക്കുന്നതിനൊന്നും സ്ഥലം കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ധാരാളം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതെ, ഇത് നിലനിർത്തി കൊണ്ടുപോകുമെന്നുള്ളതും കൂടി അറിയണം, എത്ര ആളുണ്ടാവും എന്നുള്ളത്. അല്ലെങ്കിൽ KSRTC നഷ്ടത്തിലാണെന്നാണല്ലോ കുറെ കാലമൊക്കെ പറഞ്ഞിട്ടിരുന്നത്. ശമ്പളം കിട്ടാനില്ല അങ്ങനെയൊക്കെ കുറെ കേട്ടിട്ടുണ്ടല്ലോ. അതനുസരിച്ച് ഇത് എത്ര ആളുണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നടക്കുമെന്ന് നല്ല ഉറപ്പില്ല, പക്ഷെ നടന്നാൽ നല്ല കാര്യം. പാവങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ബസ്സിന് പൈസ ഇല്ലാത്ത ആൾക്കാർക്ക്, സ്ഥിരം വരുന്ന ആൾക്കാർക്കൊക്കെ, സ്ഥിരം ബസ് യാത്ര ചെയ്യുന്നവർക്ക് എനിക്കൊരിക്കലും പ്രതീക്ഷയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. വന്നാൽ നല്ല. ഞാനൊക്കെ സ്ഥിരം മണ്ണാർക്കാടുന്ന് പെരിന്തൽമണ്ണയ്ക്ക് വരുന്ന ആൾക്കാരാണ്. ഞാൻ അതിനോട് നന്നായി യോജിക്കുന്നുണ്ട്. കാരണം നമ്മളെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ അല്ല കേരളത്തിലൊക്കെ ഇത് ഇല്ലാത്തുള്ളതുകൊണ്ട് ഇപ്പൊ പുറത്ത് ബാംഗ്ലൂരായാലും തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സൗജന്യമാണ്. സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ അതില് സ്ത്രീകൾ എന്നുള്ള ഇത് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ പ്രായമായവര് അങ്ങനത്തെ ഒക്കെ പരിഗണിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും ഈ സെക്ഷുവാലിറ്റി മാറ്റിയിട്ട്. പിന്നെ അതല്ല, ഇതൊരു ഇതാക്കിയിട്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്, മൗലാന നേഴ്സാണ്. നമ്മളെ കൂടെയൊക്കെ ഈ മണ്ണാർക്കാട് അല്ലെങ്കിൽ വഴിക്കടവ് അങ്ങനെ ലോങ് ആയി വരുന്ന സ്റ്റാഫാണ് കൂടുതലുള്ളത്. അപ്പൊ അവരൊക്കെ പറയുന്നത് ഫ്രീ ആക്കിയിട്ടുണ്ടെങ്കിൽ അവർ ബസ് ഫീസ് എന്ന് പറയുന്നത് നല്ലൊരു സേവിങ്സ് ആയിട്ട് മാറ്റി. ഒരു മാസം 4000 രൂപയ്ക്ക് അവർക്ക് എമൗണ്ട് വരുന്നത്. അപ്പൊ അവർക്ക് പറയുന്നത് ഇത് പ്രാബല്യത്തിൽ വരുന്നതാണ് ഇവർക്ക് ആഗ്രഹിച്ച് നിൽക്കുന്നത്. സന്തോഷമുള്ള കാര്യമാണ് ആ കാര്യമൊക്കെ. എന്താ വെച്ചാൽ എത്ര പാവങ്ങൾ പൈസ ഇല്ലാതൊക്കെ ഓരോന്ന് അഴിഞ്ഞ് നടക്കുമ്പോൾ ഈ ഫ്രീ ഒക്കെ ആകുമ്പോൾ ഭയങ്കര സന്തോഷമില്ല. ആ കാര്യത്തിൽ ഭയങ്കര സന്തോഷം തന്നെയാണ്. സ്ഥിരം യാത്രികയാണോ? സ്ഥിരം യാത്ര എന്റെ വീട് കോട്ടക്കലാണ്. ഞാൻ ദിവസം പൈസ കൊടുത്ത് തന്നെ പോകും. ഇനിയിപ്പോ ഫ്രീ ആകുമ്പോ എന്തായാലും പോകും. ആ ഒരു കാര്യത്തിൽ വളരെ സന്തോഷമാണ്. ഗവൺമെന്റ് നല്ല നന്ദി എത്ര പണം തീരില്ല. ആ ഒരു കാര്യത്തിലൊക്കെ എത്ര പാവങ്ങൾ ചിലപ്പോൾ പൈസ ഇല്ലാതെ ബസ്സിൽ കയറിയിട്ടൊക്കെ ടിക്കറ്റ് എടുക്കാൻ പൈസ എത്ര ഇന്ത്യയുടെ കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ നല്ലതില് തമിഴ്നാട്ടില് ഞങ്ങൾക്ക് ലേഡീസിന് ഫ്രീ ആണ്. കേരളത്തില് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങളിപ്പോ ഇന്ന് അത് ഫ്രീ ഉണ്ടാവുന്ന വിചാരിച്ചു. അപ്പൊ ഇന്ന് ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ 15-ാം തീയതി പോലെ കുഴപ്പമില്ല, നല്ല കാര്യമാണ്. നമ്മുടെ സതീശ് മുഖ്യമന്ത്രി സാറ് കയറി നല്ലൊരു ഭരണം കാഴ്ചവെക്കട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകമായി ആഗ്രഹിക്കുന്നു. നല്ല ഇതാണ്. ഞങ്ങള് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ പ്രായമായി ഞങ്ങൾക്ക് കയറി പോണതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പദ്ധതി വന്നാൽ നല്ലതായിരിക്കും. എല്ലായിടത്തും യാത്ര ചെയ്യാനുള്ള സൗകര്യം കിട്ടിയാൽ ഏറ്റവും നല്ലത്. പദ്ധതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നേക്കുള്ളതാവണം. 1-2 ദിവസത്തിന് ഇലക്ഷൻ ടൈമിന് വോട്ട് കിട്ടാൻ മാത്രമുള്ളതാവരുത്. എല്ലാവർക്കും എല്ലാ കാലം ഉണ്ടായാൽ മതി. ആ സന്തോഷമുണ്ട് പാവപ്പെട്ടവരെ യാത്ര ചെയ്യാൻ. സന്തോഷമുണ്ട് കേട്ടിട്ട്. സ്ഥിരമായിട്ട് KSRTCയിൽ പോകുന്ന ആളാണ്. അതുകൊണ്ട് കേട്ടപ്പോൾ സന്തോഷം. നല്ല ഉപകാരമുള്ള കാര്യം.
നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനത്തെ ഏറെ പ്രതീക്ഷയോടുകൂടെയും ഏറെ സന്തോഷത്തോടുകൂടെയുമാണ് സ്ത്രീകൾ വരവേൽക്കുന്നത്. KSRTCയിലെ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുന്നതോടൊപ്പം പദ്ധതി തുടരണമെന്നാണ് ഇവരെല്ലാവരും ഒരേ സ്വരത്തോടു കൂടെ പറയുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. നമസ്തേ, ഞാൻ ദേവി കൃഷ്ണ. ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. വളരെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടാണ് ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് മേടിച്ച് പാസ്സാവുക എന്നത് മാത്രമല്ല നമ്മൾ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സന്മാർഗം അന്യമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾ വീടിനും നാടിനും ഒരു മുതൽക്കൂട്ടായി നല്ല പൗരന്മാരായി വളരുക എന്നത് വളരെ അത്യാവശ്യമാണ്. മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല CBSE സ്കൂളുകളിൽ ഒന്നായ പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാഭവനിലെ ശിക്ഷണം എൻ്റെ അനുഭവത്തിൽ കുട്ടികളുടെ എല്ലാ വിധത്തിലുള്ള ഉന്നമനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഒരു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമാണ് നൽകുന്നത്. എൻ്റെ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലക്ഷക്കണക്കിന് മാതാപിതാക്കളുടെ ഉറപ്പിൽ വാർത്തെടുത്ത 33 വർഷങ്ങൾ. ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണ, സെലിബ്രേറ്റിംഗ് 33 years of excellence in the field of education. ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണ.